നമസ്കാരം. ട്രംപിനെ തൊടുന്നത് ആരായാലും ഒന്ന് സൂക്ഷിക്കണം. അത് ഇനി കത്തനാരായാലും ബിഷപ്പായാലും മറുപടി നൽകുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പറഞ്ഞു വരുന്നത് ബിഷപ്പുമാരെ കുറിച്ചാണ്. അതെ, കത്തോലിക്ക ബിഷപ്പുമാരെ കുറിച്ച്. കാര്യം എന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, ബിഷപ്പുമാർക്ക് ട്രംപിന്റെ കുടിയേറ്റ നടപടി അത്രയ്ക്കങ്ങ് രസിച്ചിട്ടില്ല. ഏതു കാര്യവും രസിച്ചില്ലെങ്കിൽ അതിനെ അങ്ങ് വിമർശിക്കുക, അങ്ങനെ വിമർശിച്ച് ഇല്ലാതാക്കുക. അതാണ് ബിഷപ്പുമാരും ചെയ്തത്. എന്നാൽ അത്തരം നടപടി വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ JD വാൻസ്. ആരാന്ന് മനസ്സിലായില്ലേ? അതെ, ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് തന്നെ. ട്രംപിനെ വിമർശിച്ചാൽ അതും കേട്ട് ചുമ്മാതങ്ങ് ഇരിക്കാൻ പറ്റുമോ? പ്രതികരിച്ച് ആരെന്നല്ലേ നമ്മുടെ വാൻസ്. അതെ, ബിഷപ്പുമാരുടെ സംഘടനയ്ക്കെതിരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. ബിഷപ്പുമാരുടെ പ്രസ്താവന ശരിയായില്ല എന്നാണ് വാൻസിന്റെ വിമർശനം. വിമർശനത്തിന് കാരണമായത് പള്ളികളിലും സ്കൂളുകളിലും അനധികൃത കുടിയേറ്റക്കാരെ തിരയാൻ ICEക്ക് അനുമതി നൽകിയ ട്രംപിന്റെ നടപടിയാണ് US കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടന വിമർശിച്ചത്. കരുതലിനും മുറിവുണക്കാനും ആശ്വാസത്തിനുമുള്ള ഇടങ്ങൾ ഭീതിയുടെയും അനിശ്ചിതത്വത്തിന്റെയും സ്ഥലങ്ങളാക്കി മാറ്റുന്നത് അപലപനീയമാണ് എന്നാണ് ബിഷപ്പുമാരുടെ വിമർശനം. എന്നാൽ ഇത് കേട്ട വാൻസ് തിരിച്ചടിച്ചു. കത്തോലിക്ക സഭാവിശ്വാസി എന്ന നിലയിൽ ആ പ്രസ്താവന എൻ്റെ ഹൃദയത്തെ തകർത്തുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. US കോൺഫറൻസ് ഓഫ് കത്തോലിക്ക ബിഷപ്സ് ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതാണ്. അനധികൃത കുടിയേറ്റക്കാരെ പുനരധിവസിപ്പിക്കാൻ 100 മില്യൺ ലഭിക്കുമ്പോൾ അവർക്ക് മാനുഷിക പ്രശ്നങ്ങൾ ആശങ്ക ഉണ്ടാവാറുണ്ടോ, അതോ സാമ്പത്തിക പരിഗണനയാണോ പ്രധാനം? കുടിയേറ്റ നിയമം നടപ്പാക്കുമ്പോഴുള്ള മാനുഷിക ചെലവുകൾ അവർക്ക് വിഷയമാണെങ്കിൽ ജോ ബൈഡൻ അതിർത്തി തുറന്നുവിട്ട ശേഷം എത്ര പെൺകുട്ടികളെ ലൈംഗിക ആവശ്യങ്ങൾക്ക് കടത്തിയെന്ന് ഓർക്കുക. ബിഷപ്പുമാർ നിയമലംഘകരെ നിയമത്തിൽ നിന്ന് ഒളിച്ചു വെക്കുകയാണോ എന്ന ചോദ്യത്തിന് വാൻസ് മറുപടി പറഞ്ഞില്ല. കുട്ടികളെ സ്കൂളിൽ അയക്കാൻ മാതാപിതാക്കൾക്ക് ഭയമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാൻസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അനധികൃത കുടിയേറ്റക്കാർ ഭയപ്പെടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ആയിരുന്ന വാൻസ് 2019 കത്തോലിക്ക സഭയിൽ ചേർന്നത്. ഹിന്ദുമത വിശ്വാസിയായ ഉഷയാണ് ഭാര്യ. പ്രസ്ബിറ്റേറിയൻ ആയ ട്രംപ് കത്തോലിക്ക സഭയുമായി മുൻപും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മെലാനിയ കത്തോലിക് വിശ്വാസിയാണ്. അടുത്ത കാലത്ത് ട്രംപിന്റെ കൂട്ട നാടുകടത്തൽ നയം കളങ്കമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു.